വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ പണ്ടൊക്കെ കള്ളൊഴിച്ചിട്ടാണ്, മധുരക്കള്ള് അതൊഴിച്ചിട്ടാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ പാലപ്പത്തിൽ കള്ളൊന്നും ഒഴിക്കുന്നില്ല. അതിനു പകരം മറ്റൊരു സാധനം ചേർത്ത് സെയിം ടേസ്റ്റും മണവും കിട്ടുന്ന രീതിയിൽ എങ്ങനെ പാലപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. കേട്ടോ, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഇന്നിപ്പോൾ ഞാൻ പാലപ്പം പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് പച്ചരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. സോക്ക് ചെയ്ത് വെച്ചിട്ട് 4 മണിക്കൂറായി. കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. ഇനി ഇത് ഒന്നുകൂടി കഴുകിയിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത്. അരി ഞാൻ ഒന്നുകൂടി കഴുകി അതിനുശേഷം വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത്രയും അരി ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അരി അരയ്ക്കുന്നതിന് കുറച്ച് ഐസ് വാട്ടർ കരുതി വച്ചേക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ മിക്സി ചൂടാകുമ്പോൾ മാവ് അതിലിരുന്ന് വേകും. ഇനി ആവശ്യമുള്ളത് തേങ്ങയാണ്. ഞാനിവിടെ ഈ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ വെള്ളവും വേണം, തേങ്ങയും വേണം. തേങ്ങാ വെള്ളം ഒരുപാടുള്ള പച്ചത്തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ അരി അരയ്ക്കുന്നതിന് വേറെ പച്ചവെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. തേങ്ങയുടെ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാൻ കഴിയും. ഇനി ഈ തേങ്ങയൊന്ന് പൊട്ടിച്ച് അതിലെ വെള്ളം എടുക്കാം. ഇതൊരു ചെറിയ തേങ്ങയാണ്. അതിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉള്ളത് ഞാൻ എടുത്തു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ മുഴുവൻ കരട് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഈ റെസിപ്പിയിൽ തേങ്ങാവെള്ളം ഞാൻ പുളിപ്പിച്ചല്ല ഒഴിക്കുന്നത്. തേങ്ങാവെള്ളം പുളിപ്പിച്ചൊഴിക്കുവാണെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ട്. വേറൊന്നുമല്ല, അതിൻ്റെ പുളി ശ്രദ്ധിക്കണം, അതിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം. തേങ്ങാവെള്ളം പുളിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുളി അല്പം കൂടുകയോ കുറച്ച് കൂടുതൽ നമ്മൾ ഒഴിച്ചു പോവുകയോ ചെയ്താൽ മാവിന് ഭയങ്കര പുളിയായിരിക്കും. ആദ്യത്തെ ബാച്ച് അരി ഇടുകയാണ്. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. ഏകദേശം 1 കപ്പ് അരിയോളം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം ആ ജാറൊന്ന് തട്ടിക്കൊടുക്കുകയും വേണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അളവ് കൃത്യമായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അരിക്കൊപ്പവുമല്ല അരിക്ക് മുകളിലുമല്ല, അരിയുടെ ലെവലിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. തേങ്ങാ വെള്ളമുണ്ടെങ്കിൽ അതൊഴിച്ചാൽ മതിയാകും. വീഡിയോയിൽ കാണുന്നത് പോലെ അരിയുടെ തൊട്ട് താഴെയായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. ആവശ്യത്തിന് തേങ്ങാവെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് തന്നെ ഒഴിച്ചു കൊടുക്കുകയുള്ളായിരുന്നു. പുളിപ്പിക്കാതെ ഒഴിക്കുന്നത് കൊണ്ട് അപ്പത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുകയേ ഉള്ളൂ. വീഡിയോയിൽ കാണുന്നത് പോലെ അരിക്ക് തൊട്ട് താഴെയായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. എന്നാൽ മാത്രമേ നല്ലതുപോലെ അരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു. ഇനി ഇതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മാവ് നമ്മൾ മാറ്റി വയ്ക്കണം. കപ്പി കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാവ് എടുക്കുന്നത്. കപ്പി കാച്ചുക, തരി കുറുക്കുക എന്നൊക്കെ പറയാറുണ്ട് ഇതിന്. കപ്പി കാച്ചുന്ന റെസിപ്പിയിൽ ചോറ് ചേർക്കാൻ പാടില്ല. ഇതാണ് ടേബിൾ സ്പൂൺ. ഇതിൽ 3 ടേബിൾ സ്പൂൺ മാവാണ് കപ്പി കാച്ചുന്നതിനായി എടുക്കുന്നത്. സാധാരണ കറിയൊക്കെ എടുക്കുന്ന സ്പൂണാണിത്. ഇനി കപ്പി കാച്ചുന്നതിനുള്ള മാവെടുത്ത് മാറ്റുകയാണ്. ഓരോ പ്രാവശ്യം മാവെടുക്കുമ്പോഴും സ്പൂണിൽ നിന്നും അത് മുഴുവനും ആ പാത്രത്തിലേക്ക് വീഴാൻ ശ്രദ്ധിക്കണം. കപ്പി കാച്ചുമ്പോൾ അളവ് കൃത്യമായിരിക്കണ്ടേ, അതിനാ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ചില ടിപ്സൊക്കെ അറിഞ്ഞിരുന്നാൽ പാലപ്പം ഉണ്ടാക്കുന്നത് ഒരു ബുദ്ധിമുട്ടേ അല്ല. ഇഡ്ലി റൈസ്, ഡൊപ്പി റൈസ് ഇതിലൊക്കെ പാലപ്പം ഉണ്ടാക്കാറുണ്ട്. ട്രഡീഷണൽ റെസിപ്പീസിൽ എപ്പോഴും പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം
1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കൃത്യമായിരിക്കണം കേട്ടോ. ഇനി ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവും വെള്ളവും ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് കിട്ടണ്ടേ. ചെറിയ ഫ്ലെയിമിൽ തുടർച്ചയായി ഇളക്കി കൊടുത്താണ് ഇത് കുറുക്കിയെടുക്കേണ്ടത്. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്ലെയിം സിമ്മർ ചെയ്തിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. മാവ് ഗ്ലോസി ടെക്സ്ചർ ആകുന്നത് വരെ കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ വെള്ളം വറ്റി പോവുകയും ചെയ്യും, മാവ് ആവശ്യത്തിന് വേകുകയും ഇല്ല. വീഡിയോയിലേക്ക് നോക്കുമ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്പൂണിൻ്റെ മൂവ്മെൻറ്റ് കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ക്ലിയർ ആവും. കൊച്ചു കുട്ടികൾക്ക് കൂവരക കുറുക്കുന്നതും ഏതാണ്ട് ഇതുപോലെയാ. ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ ബബിൾസ് വന്ന് പൊട്ടിത്തെറിക്കും. ഇപ്പോൾ കണ്ടോ, നല്ലതുപോലെ കുറുകുകയും ചെയ്തു, നല്ല ഗ്ലോസി ടെക്സ്ചർ ആകുകയും ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കുക. അതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. കപ്പി കാച്ചിയത് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്ത മാവാണ്. കപ്പി കാച്ചാനുള്ള മാവ് ഇതിൽ നിന്ന് എടുത്തത്. അത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പത്തിന് മാവരയ്ക്കുമ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാവ് പൊങ്ങി വരും. ചെറിയ കണ്ടെയ്നർ ആണെങ്കിൽ മാവെല്ലാം പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇനി അടുത്ത ബാച്ച് അരി അരച്ചെടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ ബാച്ച് അരച്ചതുപോലെ തന്നെ ആദ്യം ഒരു സ്പൂൺ വെച്ച് അരി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയും വേണം. ആ ജാർ ഒന്ന് തട്ടുകയും വേണം. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ. ഇനി ഇവിടെ ഐസ് വാട്ടർ അല്ല, തേങ്ങ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അരിയുടെ ലെവലിന് താഴെ നിൽക്കുന്ന രീതിയിലാണ് തേങ്ങാവെള്ളം ഒഴിക്കുന്നത്. അതിനുള്ള തേങ്ങാവെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് കൂടി ഞാൻ ചേർക്കുകയാണ്. ഞാനിതാ യൂസ് ചെയ്യാറ്. അടുത്തതായി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അതിലേക്ക് ചേർക്കുകയാണ്. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തു. കംപ്ലീറ്റ് ആയിട്ട് അരഞ്ഞിട്ടില്ല, പകുതിയെ അരച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാം. 1 കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ. അതിനുശേഷം ആ ജാർ ഒന്ന് തട്ടി അതിൻ്റെ ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. തേങ്ങ കൂടി ചേർത്തതല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും. പഴയതുപോലെ തന്നെ തേങ്ങയുടെ ലെവലിന് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഐസ് വാട്ടർ തന്നെയാണ് ഒഴിച്ചത്. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. അത് ഈ ചെറിയ ജാറിൽ നടക്കത്തില്ല. അതുകൊണ്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തു. തണുത്തിരിക്കുന്ന കപ്പി കാച്ചിയതാണ് ആദ്യമായി വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തണുത്തു കഴിഞ്ഞപ്പോൾ കപ്പി കാച്ചിയത് ഇരിക്കുന്ന കണ്ടോ? ഇതാണ് അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. നല്ലതുപോലെ തണുത്തു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മറ്റ് മാവുമായിട്ട് കപ്പി കാച്ചിയത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. ഇനി കപ്പി കാച്ചിയതിലേക്ക് ആദ്യത്തെ ബാച്ചിൽ അരച്ചു വെച്ച മാവ് ഒഴിക്കുകയാണ്. ഇതിൽ നിന്ന് കുറുക്കാനുള്ള മാവ് എടുത്തത്. അടുത്തതായി അരിയും തേങ്ങയുമൊക്കെ ചേർത്തരച്ച് സെക്കൻഡ് ബാച്ചിലെ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ചേർക്കാൻ ബാക്കിയുണ്ട്, ഉപ്പ്. ആവശ്യമായ ഉപ്പ് കൂടി ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം.
ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഉണ്ടാക്കുന്നതിന് മുൻപ് കുറച്ചുകൂടി ചേർത്താൽ മതി. ഇനി മിക്സി ജാർ അടച്ചിട്ട് പൾസ് മോഡിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരു 5 പ്രാവശ്യം പൾസ് ചെയ്തെടുക്കണം. അതിനുശേഷം വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. കൈ കഴുകിയതിന് ശേഷം മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കൈയുടെ ടെമ്പറേച്ചർ അതിന് വേണം. ഇതുകൂടി ചെയ്താൽ മാത്രമേ പാലപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റായി നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് സ്പൂൺ വെച്ചൊന്നും ഇത് മിക്സ് ചെയ്ത് കൊടുക്കരുത്, കൈ തന്നെ ഉപയോഗിക്കണം. മിക്സിങ് കഴിഞ്ഞാൽ പിന്നെ ചെറിയ ഹോൾസ് ഉള്ള ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ അടച്ചു വെക്കുന്നത്. പിന്നെ ഒരു നെറ്റും അതിൻ്റെ മേലെ വെച്ചു കൊടുത്തു. ഒരു 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. രാവിലെ ഒരു 7 മണിയായപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. മാവ് നല്ലതുപോലെ ഫെർമെൻറ്റായി പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടോ? എന്ത് ഭംഗിയാണെന്നോ അത് കാണാൻ. ഇതിനി സ്പൂൺ വെച്ച് വല്ലാതെ അങ്ങ് ഇളക്കരുത് കേട്ടോ. ഒരു സ്പൂൺ വെച്ച് വളരെ പതുക്കെ ഒന്ന് ഇളക്കണം. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിനില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് പാലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായി അപ്പച്ചട്ടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. മീഡിയം ചൂടിനെ മാവൊഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് ചൂടും തീരെ ചൂടില്ലാത്തതുമായ അപ്പച്ചട്ടിയിലേക്ക് മാവൊഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാവ് ചുറ്റിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടച്ചു വെക്കണം. ഒരു 3 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പം പാകമായിട്ടുണ്ടാകും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. പാലപ്പം റെഡിയായിട്ടുണ്ട്. എടുത്തു മാറ്റുകയാണ്. അങ്ങനെ കുറച്ച് പാലപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.